ഇന്ന് നമുക്ക് ആവിയിൽ വേവിക്കുന്ന അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇത് റവ വെച്ചും അകത്ത് നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുത്തതോ വറുക്കാത്ത റവ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1.5 കപ്പ് തന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് മുറിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ കുറച്ച് കറുത്ത മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുന്തിരിങ്ങയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് 1 മിനിറ്റ് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, അതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ശർക്കര പൊടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഞാൻ ഏലക്കയും പഞ്ചസാരയോടെ ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഏലക്ക മാത്രം പൊടിച്ചെടുക്കുവാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലോട്ട് ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതൊരു കപ്പ് ഉണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. ഇട്ട് ശർക്കര പാനി ക്യാരറ്റിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ ഈ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് വറ്റി ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. റവയിൽ പാലൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചല്ലോ. റവ പാലൊക്കെ വലിച്ചെടുത്തിട്ട് ഇത് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം. അതിന് ഇളം ചൂടുവെള്ളം കുറേച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിന് നമുക്ക് ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. ഞാൻ കാണിക്കുന്ന ഒരു പരുവത്തിൽ ഇതിനെ കലക്കിയെടുക്കാം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാറ്ററാണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പാത്രമാണ്. കുറച്ച് നെയ്യ് തേച്ചിട്ട് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്ക് ട്രേ വേണേൽ അത് വേണം വെച്ച് കൊടുക്കാം. കുറച്ച് മാവ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ട് നിറച്ചും ഫില്ല് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലതായിട്ട് പരത്തി ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാതിരിക്കത്തക്ക രീതിയിൽ അങ്ങ് കവർ ചെയ്ത് വെക്കുക കേട്ടോ. എൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാഷ്നട്ട് മുന്തിരിങ്ങ വെച്ച് കൊടുത്തിരുന്നേ. പക്ഷെ വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. പട്ടയപ്പൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ, അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല കേട്ടോ. ഇതിനെ അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ. ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പാച്ചുലയിൽ ഉപയോഗിച്ച് എൻ്റെ 4 സൈഡും ഇത് ഓരോന്നാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കിത് കമത്തി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോരും കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല എന്ന്. ഇങ്ങനെ നമുക്ക് പറക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ നമുക്ക് റവ കേസരിയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ്. അകത്തെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാഷ്നട്ട് മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് അത് കടിക്കുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത കപ്പലിൻ്റെ ഇത് ഫ്രൈ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.